തന്നെ ആയിരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി മകരം രാശിയിൽ പതിയുന്നത് കൊണ്ട് അതിൻ്റേതായ ഒരു ആശീർവാദവും കൂടി കണക്കിലെടുത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഫലം പറയുന്നത്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാശിയുടേതായ ആധിപത്യം കൊണ്ട ഗ്രഹമാണ് ശനി. ശനി ഭഗവാൻ തൊഴിൽ ഭാവമായ 3-ാം ഭാവത്തിലാണ് ചെന്നിരിക്കുന്നത്. അതായത് കാലചക്ര രാശിയുടെ 12-ാം ഭാവമായ മീനം രാശിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ദൈവം വക്രഗതിയിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടേതായ ഫലം എന്ന് നോക്കാം. പരിപൂർണമായിട്ടും ഒരു തിരിച്ചറിവ് എന്തായാലും ശനി ഭഗവാൻ നിങ്ങൾക്ക് നൽകും. കാരണം എവിടെയാണ് തെറ്റ് സംഭവിച്ചത്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നു എന്നൊക്കെയുള്ള ഒരു മനസ്സ് തരും. അത് കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ എടുത്താലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിപരമായ രീതിയിൽ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബപരമായ അന്തരീക്ഷത്തിൽ എന്തൊക്കെ തെറ്റുകൾ എനിക്ക് സംഭവിച്ചു, തൊഴിൽപരമായ രീതിയിൽ എന്തൊക്കെ സംഭവിച്ചു, ആരാലെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായി, ഞാൻ കാരണം എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെയുള്ള ചിന്ത 100% ഇവിടെ ശനി തരും. ഈ വരുന്ന 4.5 മാസക്കാലം ശനി വക്രത്തിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ശനി ഭഗവാൻ തിരിച്ച് അറിവ് നൽകുമ്പോൾ വളരെയധികം ദുഃഖങ്ങൾ കൂടി നിങ്ങൾക്ക് വരും. കാരണം ഇതൊക്കെയും സംഭവിച്ചത് ഞാനാലെ തന്നെയല്ലേ, എന്നാൽ തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഞാൻ കൊടുത്ത വിശ്വാസമാണല്ലോ എനിക്ക് ഈ ചതിയും ഈ വഞ്ചനയുമൊക്കെ നൽകിയത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകും. കാലത്തിനനുസൃതമായി നിങ്ങൾ ഇനി ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരികയും സ്വന്തമായ രീതിയിലുള്ള പരിശ്രമങ്ങളെ സ്വന്തം സമ്പാദ്യമാക്കി മാറ്റാനും സ്വന്തം നേട്ടങ്ങളാക്കി മാറ്റാനുള്ള വഴി ശനി എന്തായാലും തരും. തുല്യ നീതി എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് അനുകൂലമായി നിന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തമായെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ജീവിതത്തെ മാറ്റും എന്നുള്ളതാണ് ശനി നിങ്ങൾക്ക് തരുന്ന തിരിച്ചറിവ്. ഈ ഒരു കാലഘട്ടത്തിൽ ശനി ഒരല്പം ഉഗ്രമായിട്ട് തന്നെയായിരിക്കും നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക. അതായത് എനിക്ക് ഒരു ന്യായം കിട്ടാനുള്ള സാധ്യതയില്ലേ എന്ന ചിന്തയും ഒരു വെപ്രാളം, ഒരു പരവേശമൊക്കെ നിങ്ങൾക്ക് നൽകും. അത് മാനസികമായ രീതിയിലുള്ള ആഘാതത്തെയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ പല വിധത്തിലും തൊഴിൽപരമായ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. ചിലർക്ക് തൻ്റേതായ കാരണത്താലല്ലാതെ തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. മറ്റൊരു തൊഴിൽ, ഞാനൊരു തെറ്റും ചെയ്തില്ല, ഒരു നല്ലത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചിന്തിച്ചു എന്നുള്ളത് മാത്രമാണ് ചെയ്തത്, പക്ഷേ നഷ്ടപ്പെട്ടത് നിങ്ങൾക്കാണ് എന്ന തിരിച്ചറിവ് ഇവിടെ തരും. അതായത് ന്യായം എന്നിൽ നിന്നും കൈവിട്ടു പോവുകയാണോ, അതായത് നീതി എനിക്ക് ലഭിക്കില്ലയോ എന്ന ദുഃഖം അനാവശ്യമാണ് എന്ന് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം ശനി തിരിച്ചറിവ് നൽകുന്നു എന്നുള്ളതാണ് സത്യം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 7-ാം ഭാവമായിട്ട് മകരം രാശിക്കുള്ളിലും വരുന്നു. നിങ്ങളുടേതായ മകരം രാശിക്കുള്ളിലേക്ക് 7-ാം ഭാവമായിട്ട് ദൃഷ്ടി വരുന്നു. അതുപോലെ 9-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 9-ാം ഭാവ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഭാഗ്യദൃഷ്ടിയാണ് അവിടെ വരുന്നത്. 100% ഇനി നിങ്ങളുടെ പ്രയത്നങ്ങളെ കൂട്ടാനായിട്ട് വളരെ വേഗത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾക്ക് അനുകൂലമായി വരും. എന്നാലും ഒരു കാര്യം എടുത്തു പറയാം, ഇവിടെ നിങ്ങൾക്ക് വളരെ വേഗത്തിലുള്ള പ്രോസസ്സുകൾ നടക്കുമെങ്കിൽ തന്നെയും ഇവിടെ ഒരല്പം ഡിലേ ഉണ്ടാകും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച നിലയിലുള്ള ഒരു പുതിയ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. പക്ഷേ അതിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയാൽ, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്നേ പറ്റുകയുള്ളൂ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് 4.5 മാസത്തിന് ശേഷം അതിൻ്റേതായ അടുത്ത ഒരു പ്രൊമോഷൻ രീതി നിങ്ങളിലേക്ക് വരും. അത് സത്യസന്ധമായ രീതിക്ക് ഉയർച്ചയ്ക്കുള്ള പടി ആയി മാറുകയും ചെയ്യും. ഇപ്പോൾ 7.5 ആണ്ട് ശനിയുടേതായ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ശനി വക്രത്തിലേക്ക് വരുന്നത്, അതായത് കുംഭം രാശിയിലേക്ക് വരുമ്പോഴാണ് അത് നിങ്ങൾക്ക് 7.5 ആണ്ട് ശനിയായിട്ട് മാറുക. ഇപ്പോൾ മീനം രാശിക്കുള്ളിരിക്കുന്ന 7.5 ശനിയുടേതായ ആ ഒരു കാലഘട്ടം തീർന്നിരിക്കുന്നു. അപ്പോൾ വക്രത്തിൽ വരുന്ന ശനി കുംഭം രാശിയിലേക്കാണോ? അല്ല എന്ന് തന്നെയാണ്. കാരണം മീനം രാശിക്കുള്ളിൽ തന്നെയാണ് വക്രത്തിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എഫർട്ട് ഉണ്ട്. ചില കാര്യങ്ങൾ താമസമായി പോകുന്നു, കിട്ടുന്നില്ല. അതായത് പലയിടങ്ങളിലും പോയി ആസ്ട്രോളജിക്കലായ രീതിക്ക് പരിശോധിച്ചിട്ടും എനിക്ക് ഗുണമൊന്നും ലഭിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് ഈ സമയം ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വയസ്സ് ഏതൊരു പോയിന്റിൽ നിൽക്കുന്നുവോ ആ വയസ്സിനനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റത്തെ ഗണിച്ച് മാറ്റി നോക്കിയാൽ മാത്രമായിരിക്കും ശരി ഏത് എന്ന് കണ്ടെത്താൻ. പക്ഷേ പ്രാക്ടിക്കലായ ഒരു രീതിയിൽ നിങ്ങൾ തന്നെയാണ് കർമ്മ എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെയാണ് കർമ്മ വിനകളും നന്മയും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളാൽ ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളാണ്, നിങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ്. ചെയ്തു കൂട്ടുന്നതിൻ്റെതായ പ്രവർത്തന ഫലമാണ് എപ്പോഴും കർമ്മ വിനകളായിട്ട് മാറുന്നത്. അല്ലാതെ പൂർവ്വത്തിൽ നിന്നും കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബേസിക്കായ തീരുമാനമായിട്ട് കണക്കാക്കി വേണമെങ്കിൽ എടുക്കാം.
പക്ഷെ പ്രാക്ടിക്കലായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായ ഫലമാണ് ലഭിക്കുന്നത്. നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും അത് വേണ്ട എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നു. ഒരല്പം പിന്നിലേക്ക് മാറാനായിട്ടുള്ള ഇതാണ് വക്രത്തിലേക്ക് മാറുമ്പോൾ പിന്നിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കണം. നിങ്ങൾ ആരായിരുന്നു എന്ന മാനസികമായ രീതിയിൽ ഒരു കുഴപ്പം എന്തായാലും വരും. കാരണം നിങ്ങൾക്ക് വളരെ വിശാലമായ രീതിക്കുള്ള ഒരു തൊഴിലൊക്കെ ലഭിക്കണം, അല്ലെങ്കിൽ ചിന്താഗതി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത് വർക്കൗട്ട് ആവാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതാണോ ശരി? ഇത് നല്ലതാണോ? ചീത്തയാണോ? എന്നൊക്കെയുള്ള ചിന്താഗതി നിങ്ങളിലേക്ക് പ്രാപ്തമാകും. ഞാൻ പറഞ്ഞല്ലോ, കിട്ടുന്നത് ചെറിയ തൊഴിലാണെങ്കിലും നിങ്ങൾ അതിലേക്ക് അക്സസ് ചെയ്ത് മുന്നിലേക്ക് പോണം. അത് എനിക്ക് എന്നെക്കൊണ്ടാകും എന്ന ചിന്താഗതി. നിങ്ങളെക്കൊണ്ട് പറ്റും. മകരം രാശിയല്ലേ ശനി. അഗ്രസീവായ രീതിക്ക് മുന്നിലേക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ നേട്ടങ്ങളുടേതായ രീതിക്ക് നോക്കുമ്പോൾ അത് വരുമാനത്തിൽ, സ്രോതസ്സിൽ കുറവുണ്ടാക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് വിജയത്തിന് വേണ്ടി മാത്രമാണെന്ന ചിന്താഗതി വേണം. ഇവിടെ മറ്റൊരാളെയും വിശ്വസിക്കണ്ട എന്നാണ് പറയുന്നത്. മറ്റൊരാളെ വിശ്വസിച്ച് താൻ ഒരു പ്രവൃത്തി ചെയ്താൽ അത് പരാജയത്തിലേക്കായിരിക്കും ചെല്ലുക എന്ന് ഇവിടെ പറയുന്നു ശനി. അതുകൊണ്ട് എന്ത് ഒരു കാര്യം തീരുമാനിച്ച് മുന്നിലേക്ക് ഇറങ്ങണമെങ്കിലും ഒരു 4½ മാസക്കാലം ശരിയായ രീതിക്ക് ചിന്തിച്ച് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് അനലൈസ് ചെയ്ത് ശരി ആണ്, ഇത് ഉറപ്പാണ്, നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാവൂ എന്ന ഒരു മുന്നറിയിപ്പും ശനി നൽകുന്നു. വേഗം കൂടുതലുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും വേഗത കൂട്ടിത്തരും. ഇത് കൊള്ളാം, അത് കൊള്ളാം എന്ന രീതിക്ക് മാറ്റത്തെ തരും. പക്ഷേ ചിന്തിക്കണമെന്ന് ഇവിടെ പറയുന്നു. ആ വേഗത്തിൽ ചെന്ന് ചാടുന്നത് പടുകുഴിയിലേക്ക് ആയി പോകരുത് എന്ന് പറയുന്നു. വളരെ കാലമായിട്ട് വിവാഹം നടക്കാതെ ഇരുന്നവർക്കൊക്കെ ഇപ്പം വിവാഹമൊക്കെ തേടി വരുന്ന ഒരു കാലം തന്നെയാണ്. പക്ഷേ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട. ഒരല്പം ആലോചിച്ച്, ചിന്തിച്ച്, അന്വേഷിച്ച് നല്ലതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുക. ഒരു 4½ മാസക്കാലം ചില കാര്യങ്ങളൊന്ന് പെൻഡിങ്ങിൽ വെക്കുന്നത് നന്നായിരിക്കുമെന്ന് പറയുന്നത്. തൊഴിലും അതുപോലെ തന്നെയാണ്. കുറച്ച് കാശൊക്കെ കൂടുതൽ കൊടുത്താൽ ഇന്നടത്ത് ജോലിയൊക്കെ തരാമെന്ന് വാഗ്ദാനമോ അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും. അതും ശരിയായ രീതിക്ക് അന്വേഷിച്ച് കണ്ടെത്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു 4½ മാസം വരെ ഒന്ന് കാത്തിരുന്ന് ശേഷം മാത്രം അതിനായിട്ട് മൂവിങ് ചെയ്യുക. ഇത് ഇപ്പോഴത്തെ ഒരു ഘടനപ്രകാരം ശനി വക്രത്തിൽ നിൽക്കുമ്പോഴുള്ള കാര്യമാണ്. ചന്ദ്രരാശി പ്രകാരം ശനി ചിന്തിക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ജന്മജാതക പ്രകാരമുള്ള ഒരു ഫലമല്ല ഇത് പറയുന്നത്. ജന്മജാതകത്തിൽ നടക്കുന്ന ഗ്രഹ സ്ഥിതിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ വയസ്സിനനുസരിച്ച് കൂടി ജാതകത്തെ പരിഗണിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലായിരിക്കും നമുക്ക് ഒരു മുന്നേറ്റത്തിൻ്റെ വഴി കണക്കാക്കാനായിട്ട് കഴിയുക. അതായത് പൊതുവായിട്ട് എന്തൊക്കെ ഒരു നല്ലത് നിങ്ങളിലേക്ക് വരണമെങ്കിലും അത് വരിക തന്നെ ചെയ്യും, വരാതിരിക്കില്ല എന്നിവിടെ പറയുന്നു. പക്ഷേ കാലതാമസം ഉണ്ട് എന്ന തിരിച്ചറിവാണ് ഇവിടെ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കാതെ ഇരിക്കില്ല. 100% അത് ലഭിക്കും. പക്ഷേ ഒരല്പം താമസമുണ്ട്. അതിന് ചിന്തിക്കേണ്ടതും നീ തന്നെയാണ് എന്ന് ശനി വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുന്നു. കാര്യം രാശിയുടെ അധിപനാണല്ലോ ശനി എന്ന് പറയുന്നത്. അപ്പോൾ നീതിപൂർവമായി ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. നല്ല പ്രായാധിക്യമുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ ഒരല്പം ജാഗ്രത പുലർത്തണം. കാരണം വണ്ടി വാഹനങ്ങളാൽ ചില വിപത്തുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ചിലരൊക്കെ നടന്നു ചിലപ്പോൾ ഓടയ്ക്കുള്ളിൽ തന്നെ കാലൊക്കെ തട്ടി അല്ലെങ്കിൽ തട്ടി വിടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത ഈ തൊഴിൽപരമായ രീതിക്ക് പോകുന്നവർക്ക് കാലുകൾ, അതായത് ആ ഇടുപ്പിന് താഴെ കാലുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്ന് വേദന അനുഭവപ്പെട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന സാഹചര്യം, അതായത് ഇന്നലെ വരെ ഉണ്ടായിരിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു ഫീൽ ചെയ്യും. അത് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. കുടുംബത്തിനുള്ളിൽ, വീട്ടിനുള്ളിലൊക്കെ തന്നെ വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നത് വളരെയധികം സൂക്ഷിക്കണം. അതായത് ഭാര്യ ഭർത്താവിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഭർത്താവ് ഭാര്യയോട് എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ടെൻഷൻ കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് വലിയ വഴക്കുകൾക്ക് കാരണമാകും. അത് വല്ലാത്ത രീതിയിലുള്ള മാനസിക യാതനകളെ നൽകും. ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങളാണല്ലോ ചിന്ത. എന്നെ കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന ചിന്തയൊക്കെ ഇവിടെ ശനി ഭഗവാൻ പ്രാപ്തമാക്കും. അതുകൊണ്ട് ഒരല്പം ജാഗ്രതപൂർവ്വം വാക്കുകളൊക്കെ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇതൊക്കെ ഒരു നീതിപൂർവമായ രീതിക്ക് ഒരു അവയർനെസ് ആണ് ശനി തരുന്നത്. എന്തുകൊണ്ടെന്നാല് ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിക്കുള്ളിലും 9-ാം ഭാവമായ മീനൻ രാശിക്കുള്ളിലും പതിയുന്നത് കൊണ്ട് തന്നെ 100% ശുഭമുണ്ട്. അതായത് ഈ പരിപൂർണമായ ബലത്തോടു കൂടിയിരിക്കുന്ന വ്യാഴമാണ് ദൃഷ്ടി നൽകുന്നത്. അതായത് ദൃഷ്ടി ബലം ഇല്ലാത്ത ഒരു ഗ്രഹമല്ല തരുന്നത്. പൂർണ്ണ ബലമുള്ള, അതായത് ഉപദേശിയായ അല്ലെങ്കിൽ നമുക്ക് നന്മകൾ ചൊരിയുന്ന ഒരു ഗ്രഹം തന്നെയാണ് വ്യാഴം. അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രഭാവം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് മുതിർന്നവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ അതൊക്കെ വളരെയധികം നല്ല ഒരു ഫലത്തെ നൽകും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഈ നിഷേധപൂർവമായ രീതി
നിങ്ങൾ മറ്റുള്ളവരോട് കാട്ടരുത്. കാരണം നമുക്ക് കേൾക്കണ്ട എന്നുള്ളത് നമ്മുടെ തീരുമാനം മാത്രമാണ്. പക്ഷേ അവരെ നമ്മൾ അപമാനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. വാവിട്ട വാക്കുകൾ ഇവിടെ പ്രയോഗിക്കരുത് എന്നതാണ് പറയുന്നത്. ശുഭകരമായ ഒരു കാലം നിങ്ങളെ തേടി വരുന്നുണ്ട്. സന്തോഷകരമായിട്ടിരിക്കുക.